അങ്ങനെ നമ്മുടെ അനി ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, അനി ഇങ്ങനെ ഓടിച്ചെന്നിട്ട് നമ്മുടെ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അനാമിക ഇങ്ങനെയൊക്കെ പോയെന്നാൽ ശരിയാവുമോ, അനാമികനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അവളെ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയല്ലേ, അല്ലാതെ വലിയമ്മയും അമ്മയും ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, അതൊന്നും എൻ്റെ വിഷയമല്ല, നീ അതൊക്കെ എല്ലാം നോക്കും കണ്ട് ശ്രദ്ധിക്കണം, ഇപ്പം അതൊന്നും അല്ല വിഷയം, ഇപ്പോൾ ആദർശിൻ്റെ കാര്യമാണ് വലിയ പ്രശ്നത്തിലായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ അനി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശം അതുപോലെ തന്നെ നയനയും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലെങ്കിൽ തളർച്ചയുണ്ടാവും, രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല, ഇനി അങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വേറെ വേറെ അസുഖങ്ങളൊക്കെ വരുമെന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, ആകെപ്പാടെ ടെൻഷനിലാണ് എന്നൊക്കെ പറയും കേട്ടോ. വീണ്ടും വീണ്ടും നമ്മുടെ നയന ഇങ്ങനെ നിർബന്ധിക്കുമ്പോഴത്തേക്കിനും നിനക്ക് ഇത്തിരി നേരം ഒന്നും മിണ്ടാതിരിക്കുമോ, എന്നൊന്നും ഫ്രീ ആയിട്ട് വിടുമോ എന്നൊക്കെ ചോദിക്കുകയെ. ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കൂത്താന്ന് വെച്ചത്, അത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീച്ചാൽ മതി എന്ന് പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ അങ്ങനെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശനങ്ങ് ദേഷ്യം വന്നിട്ട് നയനോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് എണീച്ച് പോവേ. പിന്നെ ഇങ്ങനെ ഭക്ഷണം കൈയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. ബാഗൊക്കെ വെച്ചിട്ട് കാറിനകത്തോട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ കയ്യിൽ ബാഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയറാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മുടെ നയന ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നീ വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നത്തേക്കിനും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, അപ്പോൾ അതെല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നീ എന്നെ കൂടുതലായിട്ട് ഉപദേശിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കാറിനകത്തോട്ട് കയറാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആദർശിന് തല കറങ്ങുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഓടി വന്ന് പിടിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ കാർ ഡ്രൈവറും അവിടെ ഉണ്ടായിരുന്നു, ഡ്രൈവറും കൂടെ പിടിച്ചിരുത്തിയിട്ട് സാറേ ഞാൻ വണ്ടി ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയും ആദർശും കാറിൻ്റെ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്നിട്ട് പോവുകയാണ്. കാറിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്, നേരെ വീട്ടിലോട്ടല്ല നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാൻ പറയും കേട്ടോ. വേണ്ട എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശേട്ടൻ പറഞ്ഞാൽ ശരിയാവില്ല, ആദർശേട്ടനാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് നയന തന്നെ പറയും കേട്ടോ ആശുപത്രി കൊണ്ടുപോകാൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ട്രിപ്പ് ഇട്ടിട്ട് ആദർശ് ഇങ്ങനെ കിടക്കുകയാണ്, ഡോക്ടർ വന്ന് പരിശോധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നല്ലതായി, ഇല്ലെങ്കിൽ സ്ട്രോക്ക് വരെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, ഈ ബി പി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഡോക്ടർ ആദർശിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങോട്ടാണ് ഈ ബി പി പോകുന്നത്, എന്താ ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനിലാണ്, ആദർശേട്ടന് എന്താണെന്ന് തുറന്ന് പറയുന്നില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ, ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും, അതുകൊണ്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കും നയന അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, ബെഡിലൊക്കെ ഇരുന്നിട്ട് ആദർശിൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശമായിട്ടാ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് വേണം, ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല. ആദർശ് മിണ്ടാതെ കിടന്നുറങ്ങുവാണ്, ട്രിപ്പൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുവാണ്. എന്താണെങ്കിലും ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും 10-30 മിസ് കോൾ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം ഇത്രയും മിസ് കോളാണല്ലോ എന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മറ്റാരുമല്ല അനിയാന്ന് പറയുവേ. അന്നേരത്തേക്കിനും ആ കുട്ടി പറയുന്നുണ്ട്, ഇത്രയും മിസ് കോളോ, അപ്പം നിന്നെ എത്രമാത്രം അനി സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആ കുട്ടി അത്രത്തോളം, അനി കെട്ടിയ കുട്ടി അത്രത്തോളം സ്വഭാവശുദ്ധി ഇല്ലാത്ത കുട്ടിയായിരിക്കും, അതുകൊണ്ടല്ലേ അനിയെപ്പോലൊരു പയ്യൻ നിന്നോട് സ്നേഹം കാണിക്കുന്ന, അടുപ്പം കാണിക്കുന്നത്. അപ്പം അനിയെ മാത്രം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നീയും അനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് കൂടുതൽ വാശിയൊന്നും പിടിക്കാതെ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ പറയും കേട്ടോ. എന്നാൽ ശരി, നമുക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അനിയനെ വിളിക്കുവാണേ. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഫോൺ എടുക്കുന്നത് അനാമികയാണ് കേട്ടോ. അനാമികയാണ്. ഇങ്ങനെ നന്ദുന്ന് കാണുന്നതും അനാമികയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് എന്തടി നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് 2 അലർജിയാണ്. അപ്പോഴത്തേക്കിന് അത് അനിയെന്ന് ചോദിക്കുക, അനി ഇവിടെ ഇല്ല, വെച്ചോണം പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ പാവം നന്ദു ഫോണൊക്കെ കട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കിനും കൂട്ടുകാരിക്കിട്ടാണ് പിന്നെ നന്ദു ഇങ്ങനെ കൊടുക്കുന്നത്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, ഞാൻ ഇതൊരു ഫോൺ വിളിക്കാതിരിക്കുകയായിരുന്നു, നിന്നെപ്പോലെ കുറേ കൊന്തന്മാർ എനിക്ക് നാട്ടിലുമുണ്ട്, അവിടെ അവന്മാർ എനിക്ക് ശല്യമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നന്ദു, പോട്ടെ വിട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ അനാമിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിച്ചിട്ട് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
അപ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരുന്നുണ്ട് കേട്ടോ. കിട്ടിയ പാടെ നമ്മുടെ അനാമിക എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു ഒപ്പിക്കുകയാണ്. അവളിപ്പോഴും ആ നന്ദു അവളിപ്പോഴും അനിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ടിരിക്കുകയാണ്. അവൾ എന്തിനാണ് വിളിക്കുന്നത് ഇങ്ങോട്ടേക്കെന്നൊക്കെ നമ്മുടെ അനാമികയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അവൾ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുക. അവൾ തന്നെ വിളിച്ചു, അവൾക്ക് ഇപ്പോഴും അവനെ മറക്കാനായിട്ട് പറ്റുന്നില്ല, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താണെന്ന് ചോദിക്കുക. അവൾ നിൻ്റെ ഫോണിലേക്ക് എന്തിനാണ് വിളിച്ചതെന്ന് ഇങ്ങനെ ജാനകി നമ്മുടെ അനിയുടെ അടുത്ത് ചോദിക്കും കേട്ടോ. നന്ദു വിളിച്ചോന്ന് ചോദിക്കേ. അത് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം അവളെ അങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് പറയുവേ. അന്നത്തേക്കിനും പിന്നെ അതൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിലും അവളെ എപ്പോഴും വെള്ളം പൂശാൻ വേണ്ടിയിട്ടല്ല ഇവൻ നോക്കുള്ളൂ എന്ന് അനാമികയും പറയുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കിന് വളരെ ദേഷ്യമായിട്ട് എനിക്ക് ഇനി എൻ്റെ ഭാര്യനെ വേണ്ട, അവൾ പറയുന്നൊന്നും ഞാൻ കേൾക്കാനും റെഡിയാവത്തില്ല, എനിക്കിവളെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്നിങ്ങനെ ജാനകിയുടെ മോദമൊക്കെ നമ്മുടെ അനി പറയും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫോണും എടുത്തിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ജാനകി ചെന്നിട്ട് നമ്മുടെ അനിയുടെ കോളറിന് കുത്തി പിടിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ മകളിനെ വിട്ടയക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ മാത്രമല്ല എനിക്ക് മോനായിട്ടുള്ളത്, ഒരു മോളും കൂടിയുണ്ട്. അതുകൊണ്ട് അനാമികേനെ എൻ്റെ മോളായിട്ട് തന്നെ കാണുന്നതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് എവിടെയും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുവേ. അമ്മ സമ്മതിക്കേണ്ട, പക്ഷേ എനിക്ക് വേണ്ട. അങ്ങനെ അനന്തപുരിയിലെ മരുമകൾ മറ്റുള്ള ആളുകളുടെ കൂടെ കറങ്ങി, മറ്റുള്ള ചെറുപ്പക്കാരനെ കൂടെ കറങ്ങിയിട്ട് പാർക്കിലും അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നത് നാട്ടുകാർ പറയട്ടെ. അങ്ങനെ അമ്മയുടെ മരുമകളുടെ വിശേഷങ്ങൾ നാട്ടുകാരെല്ലാം അറിയട്ടെ, എന്നാലും നിങ്ങൾക്ക് സമാധാനമുള്ളൂ, തൃപ്തിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ട് നമ്മുടെ അനി അവിടുന്ന് പോവുകയാണേ. ഞാൻ എത്ര പ്രാവശ്യം അവളെ തിരിച്ച് വിളിച്ചതാണ്, എന്നിട്ട് ആ വിളിച്ചപ്പോഴൊന്നും അവൾ എടുത്തില്ല, എന്നിട്ട് തിരിച്ച് വിളിച്ചതോ അപ്പോൾ എടുത്തതോ എടുക്കാൻ പാടില്ലാത്തവളും ഇവൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നന്ദുവിനെ അനി വിളിക്കുവാണേ. അനിയുടെ ഫോൺ കണ്ടത് നമ്മുടെ നന്ദു കട്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നീട് നമ്മുടെ അനി അങ്ങ് ഭയങ്കരമായിട്ട് ടെൻഷനാകുകയാണ്. പിന്നീട് നമ്മുടെ നയനയും ആദർശനെയാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ച് തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. ആദർശന് ഏകദേശം കുറവൊക്കെ ആയേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ, ആദർശന് എന്താണ് പ്രശ്നം എന്നുള്ളത് എന്നോട് ഇപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയുക. എന്നിട്ടേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നീ എന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വിട് എന്നിങ്ങനെ പറയുവാണേ. BP ഒക്കെ കൂടിയതേ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, എനിക്ക് ചെവിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്നൊക്കെ പറയുക. എന്നിട്ടേക്ക് നമ്മുടെ നയനെ പറയേണ്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദർശേട്ടൻ്റെ മനസ്സിൽ ഇപ്പം വളരെ പ്രശ്നമുണ്ട്, ആ പ്രശ്നം എൻ്റെ അടുത്തോട്ട് പറയണം, നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ഇപ്പോൾ തെറ്റിക്കുന്നത് ആദർശേട്ടൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒരു പ്രശ്നത്തിൽ ഭാഗപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദർശൻ എന്തൊക്കെയാണ് കാണിച്ചത് എന്നൊക്കെ പറയുമ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നിന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളത് കാര്യമായിരുന്നു, പക്ഷേ ഈ കാര്യം നീ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല, നിനക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്നാൽ അത് അത്ര വലിയ പ്രശ്നമായിരിക്കുമല്ലോ ആദർശേട്ടാ, എന്താണെങ്കിലും പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ, പറ ആദർശേട്ടെന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഞാൻ എന്താണെങ്കിലും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നീ എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വിട് എന്നൊക്കെ വീണ്ടും പറയുകയാണ്. എന്താണെങ്കിലും ആദർശ് നിർബന്ധ ബുദ്ധി പിടിച്ചിട്ട് ഒരു കാര്യവും പറയാതെ വീട്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവേന ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിക്കേ. എന്നിട്ട് അമ്മയുടെ അടുത്തോടെ ഇങ്ങനെ ആദർശ് വരും കേട്ടോ. നയനയും വരുന്നുണ്ട്. നിങ്ങൾ ആശുപത്രിയിൽ പോയോ എന്ന് ചോദിക്കേ. അന്നത്തേക്കിന് ആരും ഒന്നും പറയുന്നില്ല കേട്ടോ, ആശുപത്രിയിലൊന്നും പോയിട്ടില്ലെന്ന് പറയേ. അത് തന്നെയല്ല, രാവിലെ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ആശുപത്രിയിൽ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചെന്നൊക്കെ പറയും കേട്ടോ. നീ എന്തിനാ അനിയോട് ചൂടായത്? അന്നത്തേക്കിനും അവനിപ്പോഴും അനാമികനെ കളയണം പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. പിന്നെ അവനോട് എങ്ങനെയാണെന്ന് പറയുമ്പോഴോ ചൂടാകാതിരിക്കുന്നത്. അപ്പോൾ അത് ശരി, മോളോട് നീ എന്തിനാ ചൂടായെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. എന്നിട്ട് പറയും ആദർശിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ കലങ്ങി മറിയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ച് തുറന്ന് പറയാനൊക്കെ പറയും കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടാതൊക്കെ നിൽക്കുകയാണ്. നയനമോളായതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് പറയുമ്പം നയനയ്ക്ക് ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ മനസ്സിങ്ങനെ കലങ്ങി മറിയുകയാണ്, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ഈ മനസ്സിലുണ്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് നീ എന്താണെങ്കിലും തുറന്നു പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നീ അനിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടില്ല, അവനാകെപ്പാടെ ടെൻഷനിലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അവനോട് സംസാരിക്കാം അമ്മ, ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് പോവുകയാണേ. നമ്മുടെ ആനി ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ തല കുനിച്ച് ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അന്നേരം പോട്ടെടാ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ, ഞാൻ അത്രത്തോളം പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട്, ചേട്ടൻ എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാരം ഉണ്ടല്ലോ, എന്നാലും ഇങ്ങനെയുള്ളൊരു ഈ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പം എന്നൊക്കെ പറയുക. പോട്ടെടാ വീട്, ഞാനിപ്പോൾ ഒരുപാട് ടെൻഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടാണ് വരുന്നത്, BP കൂടിയിട്ട്.
ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഡോക്ടറെ സഹായം വേണ്ടി വരും, ഇല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് പൊട്ടിപ്പിളർന്ന് എനിക്ക് മരിക്കും, ഞാൻ മരണത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഹോസ്പിറ്റലിൽ പോയോ, എന്താ ഏട്ടനെ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും പുറകെ നിന്ന് ആരും കേൾക്കാതെ നമ്മുടെ നയന ഇവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ എനിക്കങ്ങ് ഭയങ്കര സങ്കടമാകുവാണ്. ഇനി എനിക്ക് ഈ ഭാരം താങ്ങാൻ വയ്യ എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭാരമെല്ലാം എനിക്ക് താത്ത വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനിയോടും പറയാതെ ആദർശ് ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കിനും നയന അവിടുന്ന് മാറുന്നുണ്ട്. അങ്ങനെ ആദർശ് പോകുമ്പോൾ തന്നെ നമ്മുടെ നയന അനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു, അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആദർശേട്ടൻ തന്നെ വഴക്ക് പറഞ്ഞതിൽ വലിയ സങ്കടമുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞാൽ നേരാണോ എന്ന് അനി ഇങ്ങനെ ചോദിക്കാം. നേരാണ് എന്ന് പറയുക. ഒരുപാട് ടെൻഷനുണ്ട് ആദർശേട്ടന്. എന്താണെങ്കിലും ആദർശേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാം ഒന്ന് ഇറക്കി വെക്കണമെന്ന്, അതുകൊണ്ട് ചിലപ്പോൾ എന്നടുത്ത് പറയുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.